ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 33 മുതൽ 46 വരെ. മാത്യു 21 വേഴ്സസ് 33 to 46. ഇന്നത്തെ ധ്യാനത്തിൻ്റെ തലക്കെട്ട് ജീവനുള്ള മൂലക്കല്ല് ഓർ ദ ലീവിംഗ് കോർണർ സ്റ്റോൺ. ഈ അധ്യായം വേഴ്സ് 33 ആരംഭിക്കുന്നത് മറ്റൊരു ഉപമ കേൾപ്പീൻ. ലിസൺ ടു അനദർ പാരബിൾ. നമുക്ക് അതിനു മുമ്പിലുള്ള പാരഗ്രാഫിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. വേഴ്സ് 23 says, "By what authority are you doing these things? And who gave you this authority?" നീ എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു? ഈ അധികാരം നിനക്ക് തന്നതാർ? യേശുവിനെ കുരുക്കിലാക്കുവാൻ യേശുവിനെതിരായി നിൽക്കുന്ന മഹാപുരോഹിതന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാരും യേശു ദേവാലയത്തിൽ ഉപദേശിക്കുമ്പോൾ ചോദിച്ച ചോദ്യങ്ങളാണിത്. യേശു അവരോട്, ഞാനും നിങ്ങളോട് ഒരു വാക്ക് ചോദിക്കും. യോഹന്നാന്റെ സ്നാനം എവിടെ നിന്ന്? സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? അതിന് വ്യക്തമായൊരു ഉത്തരം പറവാൻ അവർക്ക് സാധിച്ചില്ല. എന്നിട്ട് യേശു പറഞ്ഞ ഉപമയാണ് ദ പാരബിൾ ഓഫ് 2 sons. മൂത്ത മകൻ മനസ്സില്ല എന്ന് പറഞ്ഞിട്ട് പോയി. രണ്ടാമത്തെ മകൻ പോകാം എന്ന് പറഞ്ഞിട്ട് പോയില്ല. ചുങ്കക്കാരും വേശ്യമാരും യോഹന്നാന് മാനസാന്തര വചനം കേട്ട് വിശ്വസിക്കയാലും മാനസാന്തരപ്പെടുകയാലും അവർക്ക് മുമ്പായി ദൈവരാജ്യത്തിൽ കടക്കും. അവർ അവരുടെ തെറ്റ് കണ്ട് തിരുത്തി മാനസാന്തരത്തിൽ വന്നു. ചുങ്കക്കാരൻ മത്തായി യേശുവിൻ്റെ ശിഷ്യനായി. പാപിനിയായ മഗ്ദലക്കാരത്തി മറിയ യേശുവിൻ്റെ ശിഷ്യയായി. എന്നാൽ അത് കണ്ടിട്ട് പോലും മാനസാന്തരപ്പെടാത്തവർ തള്ളപ്പെട്ടു പോകും. അത് കഴിഞ്ഞ് യേശു പറഞ്ഞ ഉപമയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ദ പാരബിൾ ഓഫ് ദ ടെനൻസ് ഓർ കുടിയാന്മാരുടെ ഉപമ. ഈ ഉപമയിൽ 3 പ്രധാന ഉൾക്കാഴ്ചയുണ്ട്. ഒന്ന്, ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കൽ വിവേചനത്തോടെ ഗ്രഹിപ്പാനുള്ള കൃപ. ഡിസേണിംഗ് ജീസസ് ടീച്ചിങ്സ് വിത്ത് ഗ്രേസ്. പാരബിൾ മീൻസ് ആൻ earthly സ്റ്റോറി വിത്ത് ഹെവൻലി മീനിങ്. ഈ ഉപമയിലെ earthly സ്റ്റോറിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഗ്രഹസ്ഥനായ ജന്മിയായ ഒരു ലാൻഡ് ഓണർ ആ മനുഷ്യനെ ഒരു മുന്തിരിത്തോട്ടം വിനിയാട് നട്ടുണ്ടാക്കുന്നു. അതിന് വേലി കെട്ടി ചക്ക് കുഴിച്ചിട്ടു, ഗോപുരവും പണിതു. പിന്നെ കുടിയാന്മാരെ പാട്ടത്തിന് ഏൽപ്പിച്ചിട്ട് ദൂരദേശത്തേക്ക് പോയി. പാട്ടത്തിന് കൊടുക്കുമ്പോൾ ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. എല്ലാം നോക്കി നടത്തണം. ഹാർവസ്റ്റ് സീസൺ ആകുമ്പോൾ ഉടമസ്ഥനായ ലാൻഡ് ഓണർക്ക് ഒരു പോർഷൻ കൊടുക്കണം. 110 or 120 according to the agreement. ഈ ലാൻഡ് ഓണർ തൻ്റെ പോർഷൻ വാങ്ങാൻ അവൻ്റെ ദാസന്മാരെ കുടിയാന്മാരുടെ അടുക്കൽ അയച്ചു. കുടിയാന്മാരോ അവൻ്റെ ദാസന്മാരെ പിടിച്ച് ഒരുവനെ തല്ലി, ഒരുവനെ കൊന്നു, മറ്റൊരുവനെ കല്ലെറിഞ്ഞു. ഇത്രയും നാൾ അവർ ഫലമെടുത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ തൻ്റെ പങ്ക് വാങ്ങാൻ വന്ന ദാസന്മാരോട് അവർ ക്രൂരമായി പെരുമാറി. അതുകൊണ്ട് പിന്നെയും അവൻ കൂടുതൽ പേരെ അയച്ചു. കൂടുതൽ ആൾക്കാരെ അയച്ചാൽ അവർക്ക് പേടി തോന്നുമെന്ന് കരുതി. പക്ഷേ അവരോടും അവർ അങ്ങനെ തന്നെ പെരുമാറി. ഒടുവിൽ എൻ്റെ മകനെ അവർ ശങ്കിക്കും എന്ന് പറഞ്ഞ് തൻ്റെ മകനെ അവരുടെ അടുക്കൽ അയച്ചു. മകൻ വരുന്നത് കണ്ടിട്ട് കുടിയാന്മാർ പറഞ്ഞു, ഇവനാണ് അവകാശി, ഇവനെ കൊന്നുകളഞ്ഞാൽ അവകാശം നമുക്ക് ലഭിക്കുമെന്ന് അവർ തമ്മിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ചു. അവനെ പിടിച്ച് തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കൊന്നുകളഞ്ഞു. ഇനിയും ഈ ഉപമയുടെ ഹെവൻലി മീനിങ് നോക്കാം. ദ ലാൻഡ് ഓണർ ഗോഡ്. ലേവ്യ പുസ്തകം 25 അധ്യായം 24 വാക്യത്തിൽ ദൈവം ഇസ്രായേൽ മക്കളോട് അരുളി ചെയ്തു, ദേശം എനിക്കുള്ളതാകുന്നു. മുന്തിരിത്തോട്ടം വിനിയാഡ്, ദ കിങ്ഡം ഓഫ് ഗോഡ്. ഐസിയ ചാപ്റ്റർ 5 നമ്മൾ കാണുന്നു ഇസ്രായേൽ ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടം. വൈൻ പ്രസ് ചക്ക് symbolizes God's judgment.
വെളിപാട് പുസ്തകം 14-19 ദൂതൻ ഭൂമിയിലെ മുന്തിരിക്കുല അറുത്തു ദൈവകോപത്തിന്റെ ചക്കിൽ ഇട്ടു. വേലി, ഫെൻസ്, ലീവ് ഇൻ അക്കോർഡൻസ് വിത്ത് ഗോഡ്സ് വിൽ. ഇയ്യോബ് 3:10 അവന്റെ വീട്ടിനും അവനുള്ള സകലത്തിനും വേലി കെട്ടി. ദൈവമക്കൾക്ക് എപ്പോഴും ഒരതിരുണ്ട്. ടവർ, ഗോപുരം വാസ് എ സിംബൽ ഓഫ് പ്രൊട്ടക്ഷൻ ഫ്രം എനിമീസ്. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-2 മെൻഷൻ ചെയ്തിട്ടുണ്ട്. മുന്തിരിത്തോട്ടത്തിന് വേലി കെട്ടി നടുവിലൊരു ഗോപുരം പണിതു, ഒരു ചക്കും ഇട്ടു. ദ ടെനൻസ് അവിടെയുള്ള കുടിയാന്മാർ, അന്നത്തെ ഇസ്രായേലിന്റെ മതശ്രേഷ്ഠന്മാർ, മഹാപുരോഹിതന്മാർ. ദ ടെനൻസ് ആർ സ്പെസിഫിക്കലി ഇസ്രായേലൈറ്റ്സ് റിലീജിയസ് ലീഡേഴ്സ്. ഇനി ദാസന്മാർ ആര്? പ്രോഫറ്റ്സ് റെപ്രസെന്റ് ഗോഡ്സ് മെസ്സഞ്ചേഴ്സ്. ദൈവം പല ഘട്ടങ്ങളിലായി അയച്ച ദൈവത്തിന്റെ പ്രവാചകന്മാർ. ഹീബ്രൂസ് ചാപ്റ്റർ 1 said, ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തു. ഏറ്റവും ഒടുവിൽ അയച്ചത് സ്വന്തം പുത്രൻ യേശു കർത്താവ്. ദ ബിലവഡ് സൺ ഇൻ ദ പാരബിൾ ഈസ് ജീസസ് ക്രൈസ്റ്റ്. പിതാവായ ദൈവം തൻ്റെ രാജ്യത്തെ ഈ ഭൂമിയിൽ സ്ഥാപിക്കുന്നു. ദൈവത്തിൻ്റെ ജനത്തെ ഭരിക്കാൻ ഇസ്രായേലിലെ ലേവ്യ പൗരോഹിത്യത്തിൽപ്പെട്ടവരെ ഏൽപ്പിച്ചു. എന്നാൽ സംഭവിക്കുന്നത്, അടുക്കലയച്ച പ്രവാചകന്മാരെ അവർ തല്ലുകയും കല്ലെറിയുകയും കൊല്ലുകയും ചെയ്തു. യിരെമ്യാ പ്രവാചകനെ പോലെയുള്ളവരെ അവർ അടിച്ച് ആമത്തിലിട്ട് പൂട്ടി ലാസ്റ്റിൽ ഈജിപ്തിൽ വെച്ച് കല്ലെറിഞ്ഞ് കൊന്നു. യെശയ്യാ പ്രവാചകനെ രാജാവായ മനുഷ്യ വലിയൊരു തടി എടുത്തിട്ട് ആ തടിയുടെ അകം തുറന്ന് അതിനകത്ത് യെശയ്യാവിനെ കുത്തിക്കയറ്റിയിട്ട് വാളുകൊണ്ട് 2 തടി മുറിച്ച് കൊന്നു. യോഹന്നാൻ സ്നാപകനെ പോലെയുള്ളവരെ കൊന്നു. പല ഘട്ടങ്ങളിലായി അയച്ച പ്രവാചകന്മാരെ എല്ലാവരെയും, ആമോസ്, സക്കറിയ, ഹഗ്ഗായി, മലാഖി, ഇങ്ങനെ തുടങ്ങി എല്ലാവരെയും ഇസ്രായേൽ ഉപദ്രവിച്ചു. അതുകൊണ്ട് ദൈവം അവസാനം തൻ്റെ സ്വന്തം പുത്രനെ അയച്ചു. സ്വന്തം പുത്രനോട് അവർ എന്താണ് ചെയ്തത്? ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ ഏകപുത്രനായ യേശു ക്രിസ്തുവിനെ ഇസ്രായേലിൻ്റെ അതിരിൻ്റെ വെളിയിൽ പാളയത്തിനപ്പുറത്തെ നഗരമതിലിൻ്റെ പുറത്ത് കൊണ്ടുപോയി ക്രൂശിച്ചു. ഗോൽഗോത്ത വാസ് an area just outside the walls of the city of Jerusalem. ഈ ഉപമ പറഞ്ഞു കഴിഞ്ഞപ്പോൾ യേശു അവരോട് ചോദിച്ചു, ആകയാൽ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടയവൻ വരുമ്പോൾ ആ കുടിയാന്മാരോട് എന്തു ചെയ്യും? അവർ പറഞ്ഞു, തീർച്ചയായും അവരെ എല്ലാം ശിക്ഷിക്കും. അതിനുശേഷം ഈ മുന്തിരിത്തോട്ടം അനുഭവം നൽകുന്ന മറ്റു കൂട്ടർക്ക് കൊടുക്കും. എന്താണ് അതിൻ്റെ അർത്ഥം? തൻ്റെ ഏകജാതനായ പുത്രനെ ഇസ്രായേലിയർ തള്ളിക്കളഞ്ഞതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്നെടുത്ത് ഫലം കൊടുക്കുന്ന ജാതികൾക്ക് കൊടുക്കും. അതുകൊണ്ട് നമുക്ക് ഈ വലിയവനായ ദൈവത്തെ അറിയുവാൻ ഭാഗ്യം സിദ്ധിച്ചു. ഇന്ന് പല ദൈവദാസന്മാരിലൂടെയും ദൈവവചനത്തിലൂടെയും ദൈവം നമ്മളോട് ഇടപെടുന്നു. അത് ഗ്രഹിക്കുവാനും ആത്മീയ അർത്ഥം മനസ്സിലാക്കുവാനുമുള്ള കൃപയ്ക്കായി നമ്മൾ യാചിക്കണം. രണ്ടാമത്തെ ഉൾക്കാഴ്ച, തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ദ റിജക്റ്റഡ് സ്റ്റോൺ ബിക്കംസ് ദ കോർണർ സ്റ്റോൺ. മത്തായി 21:42 യേശു അവരോട്, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് കർത്താവിനാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു എന്ന് നിങ്ങൾ തിരുവെഴുത്തുകൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ? The stone the builders rejected has become the cornerstone. Jesus quoted this from Psalm 118:22-23. ഇവിടെ തള്ളിക്കളഞ്ഞ കല്ലായി യേശു സ്വയം വിവരിക്കുന്നു. അത് മൂലക്കല്ലായി മാറി. ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ ഞാൻ എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നതിനാൽ എൻ്റെ ഭവനത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ എൻ്റെ സിംഹാസനത്തിൻ്റെ മൂലക്കല്ല് യേശുവാണ്. ക്രിസ്തു മൂലക്കല്ലായിരിക്കണമെങ്കിൽ അവൻ നമ്മളെ പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിതിരിക്കുന്നു.
ഒരു വീട് പണി നടക്കുവാൻ പോവുകയാണ്. വീടിൻ്റെ കോർണർ സ്റ്റോൺ ഇടണം. അതിന് പല കല്ലുകളും എടുത്തു. അത് കൊള്ളുകയില്ലെന്ന് പറഞ്ഞ് മാറ്റിവെച്ചു. മാസ്റ്റർ ബിൽഡർ വന്നു, സ്റ്റോൺ നോക്കി. തള്ളിക്കളഞ്ഞതിൽ നിന്ന് ഒരു സ്റ്റോൺ എടുത്ത് നല്ലതായി ചെത്തി വെടിപ്പാക്കി മിനുസമാക്കി കറക്റ്റ് സൈസിൽ എക്സാക്ട് മെഷർമെൻറ്റിൽ കോർണർ സ്റ്റോൺ വെച്ചു. എല്ലാവരാലും നമ്മൾ തള്ളപ്പെട്ടുവെന്ന് തോന്നുന്നുവെങ്കിൽ നമ്മളെ കോർണർ സ്റ്റോൺ ആക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷെങ്കിൽ നമ്മൾ ചില വേദനാജനകമായ പ്രോസസ്സിൽ കൂടി കടന്നു പോകേണ്ടി വരും. നമ്മുടെ രാജാതിരാജാവായ ക്രിസ്തു അതികഠിനമായ വേദനകൾ, നിന്ദകൾ, പീഡകൾ അനുഭവിച്ചു. They are rejected him because they are still waiting for another Messiah. Despite the rejection, God has exalted Jesus and made him the cornerstone. ഒരു കെട്ടിടത്തിൻ്റെ ശക്തമായ സ്ഥിരതയ്ക്ക് കാരണം അതിൻ്റെ ഉറപ്പായ അടിസ്ഥാനമാണ്. അതുപോലെ നമ്മുടെ വിശ്വാസം യേശുവിൽ അടിസ്ഥാനപ്പെട്ടതായിരിക്കണം. ജീസസ് enemies were amazed by his miracles. Isaiah 28:16 says, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരു അടിസ്ഥാന കല്ലും ഇട്ടിരിക്കുന്നു. ഈ നോമ്പ് കാലത്തെ നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് ശോധന ചെയ്യാം. നമ്മുടെ ജീവിതം ജീവനുള്ള മൂലക്കല്ലായ ക്രിസ്തുവിലാണോ സ്ഥിരപ്പെട്ടിരിക്കുന്നത്? മൂന്നാമത്തെ ഉൾക്കാഴ്ച, ജഡ്ജ്മെന്റ് ഓർ ന്യായവിധി. മാത്യു 21:44, ഈ കല്ലിന്മേൽ വീഴുന്നവൻ തകർന്നു പോകും, അത് ആരുടെ മേലെങ്കിലും വീണാൽ അവനെ നശിപ്പിക്കും എന്ന് പറഞ്ഞു. യേശു എന്ന കല്ല് ദൈവത്തിങ്കിലേക്ക് വളരുവാനുള്ള അടിത്തറയായി നാം ഉപയോഗിക്കുന്നില്ലെങ്കിൽ ആ കല്ലിൽ നമ്മൾ തട്ടി വീഴും. വീഴുന്നവൻ തകർന്നു പോകും. അത് ആരുടെയെങ്കിലും മേൽ വീണാൽ ആ കല്ല് നമ്മെ പൊടിയാക്കും. ഒന്നുകിൽ ഈ കല്ലിൽ ദൈവീക ഭവനമായി പടുത്തുയർത്തപ്പെടും. യേശുക്രിസ്തു എന്ന മാനദണ്ഡത്തിൽ നമ്മൾ വിധിക്കപ്പെടും. അവൻ നമ്മളെപ്പോലെ ജീവിച്ചു. എങ്ങനെ ജീവിക്കണമെന്നുള്ള മാതൃക നമുക്ക് കാണിച്ചു തന്നു. യേശുക്രിസ്തു എന്ന കല്ലിൽ അടിത്തറയിട്ട് വളരുക. ന്യായത്തെ അളവ് ചരടും നീതിയെ തൂക്കുകട്ടയും ആക്കി വയ്ക്കുന്നവനാണ് ദൈവം. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. വേദപുസ്തകത്തിലുടനീളം ആവർത്തിച്ചാവർത്തിച്ച് നാം കാണുന്ന സന്ദേശം ന്യായവിധി എന്നുള്ളതാണ്. എല്ലാ മനുഷ്യർക്കും നിശ്ചയമായും ന്യായവിധിയുണ്ട്. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ആകയാൽ നമ്മിൽ ഓരോരുത്തരും ദൈവത്തോടെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി എല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. ഈ അന്ത്യന്യായവിധിയിൽ കർത്താവായ യേശുക്രിസ്തുവാണ് നമ്മുടെ മധ്യസ്ഥനും ന്യായാധിപതിയും. മനുഷ്യന്റെ ജീവിതത്തിൽ നമ്മളെപ്പോഴും ഭയപ്പെടുന്ന രണ്ട് കാര്യങ്ങളുണ്ട്, മരണവും ന്യായവിധിയും. ഏവരും ഭയക്കുന്നു മരണമെന്നോർക്കുമ്പോൾ അത് കഴിഞ്ഞ് ന്യായവിധി ദിവസവും നമ്മൾ ഭയപ്പെടുന്നു. ക്രിസ്തു മാത്രമാണ് നമ്മുടെ ഏക പ്രത്യാശ. കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശ് മരണം വഹിച്ചു. അത് നമ്മുടെ നിത്യരക്ഷ, നിത്യജീവനെ കാരണമായി. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു, ന്യായവിസ്താര സഭ ഇരുന്നു, പുസ്തകം തുറന്നു. തിരുവചനം പറയുന്നു, സ്വർഗത്തിലെ പുസ്തകം ന്യായവിസ്താര ദിവസത്തിൽ തുറക്കപ്പെടും. പാപത്തിൽ കൂടെ നിത്യമരണത്തിന് അടിമകളാകാതെ കർത്താവായ യേശു ക്രിസ്തു ആ നിത്യജീവനിലേക്ക് ചേർക്കുവാൻ ഒരുക്കി തന്നിരിക്കുന്ന സുവർണ അവസരം ഇന്നാണ്. ആ പശ്ചാത്തലത്തിൽ വളരെ ജ്ഞാനത്തോടു കൂടി യേശു ഉദ്ദേശിച്ച അർത്ഥം കൊണ്ടുവരത്തക്ക രീതിയിൽ ഈ ഉപമ യേശു മഹാപുരോഹിതന്മാരോടും ജനത്തിലെ മൂപ്പന്മാരോടും പറഞ്ഞു. യേശു കുടിയാന്മാരുടെ ഉപമ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മഹാപുരോഹിതന്മാർക്ക് മനസ്സിലായി ആ ഉപമയിലെ ഒരു കഥാപാത്രം ഞങ്ങളാണെന്ന്.
ഓരോ ഉപമയുടെയും പൊരുളഴിയുമ്പോൾ അവർക്ക് മനസ്സിലായി യേശു അവർക്കെതിരെയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് എങ്ങനെയും അവനെ പിടിക്കണമെന്ന് അവർ തീരുമാനിച്ചു. എന്നാൽ യേശു ഒരു പ്രവാചകനെന്ന് കണ്ടിട്ട് അവനെ ഭയപ്പെട്ടു. എന്നാൽ ഓരോ ദിവസം കഴിയുന്തോറും ഗൂഢാലോചന വർദ്ധിച്ചു വന്നു. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, മനുഷ്യപുത്രൻ യെരുശലേമിലേക്ക് പോകും. അവിടെ വച്ച് മഹാപുരോഹിതന്മാരാൽ പീഡിപ്പിക്കപ്പെടും, കൊല്ലപ്പെടും, 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. എന്നാൽ ഇപ്പോഴും ശിഷ്യന്മാർ മനസ്സിലാക്കിയിട്ടില്ല ഇത് ദിവസങ്ങൾക്കപ്പുറത്ത് നടക്കുവാൻ പോകുന്ന കാര്യമാണ്. ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു. 3 ഉൾക്കാഴ്ചകൾ. 1. ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കൽ വിവേചനത്തോടെ ഗ്രഹിപ്പാനുള്ള കൃപ. ഡിസേണിങ് ജീസസ് ടീച്ചിങ്സ് വിത്ത് ഗ്രേസ്. 2. തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ദ റിജക്റ്റഡ് സ്റ്റോൺ ബിക്കംസ് ദ കോർണർ സ്റ്റോൺ. 3. ന്യായവിധി ഓർ ജഡ്ജ്മെന്റ്. നമ്മുടെ കർത്താവായ യേശു വേഗം വരുന്നു. ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം കൊടുക്കുവാൻ അവൻ്റെ പക്കലുണ്ട്. കർത്താവിനോട് ചേരുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നാം ഈ ലോകമോഹങ്ങളിൽ കുടുങ്ങിപ്പോകാതെ സ്വർഗീയ മണവാളിനോട് ചേരുവാൻ ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.